AICCയുടെ മുൻപിലേക്ക് പരാതിയുമായി എത്തുകയാണ് തരൂരിനെതിരെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ. അപ്പോൾ AICC എന്ത് സമീപനം ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഏറ്റവും ഉയർന്ന സമിതിയായ പ്രവർത്തക സമിതിയിലെ അംഗമാണ് തരൂർ എന്ന് പറയുന്നത്. ആ തരൂരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുപ്പിക്കാൻ സംസ്ഥാനത്തെ ഈ പരാതി കൊടുക്കുന്ന ആളുകൾക്ക് കഴിയുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. തരൂരിനെതിരെ നടപടിയെടുത്താൽ അത് വികസനത്തിനെതിരെ സ്വീകരിക്കുന്ന നടപടിയായി പൊതുബോധമുണ്ടാകില്ല എന്ന വലിയ ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കുള്ളിലുമുണ്ട്, ഒരു വിഭാഗം നേതാക്കൾക്കുള്ളിലുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് കോൺഗ്രസ്. സിബി കൂടി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുവെന്ന്. സിബി, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. സിബി, തരൂരിൻ്റെ പ്രസ്താവന കേരളത്തിൽ വലിയ ചർച്ചയാണ്. കാരണം അത് കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പെട്ടു നിൽക്കുകയാണ്. നാടിൻ്റെ മാറ്റത്തിനൊപ്പം സർക്കാരിൻ്റെ കൂടെ തരൂരിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ചേർന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ AICCക്ക് VD സതീശനടക്കമുള്ളവർ പരാതി കൊടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു പരാതി എത്തിയാൽ അതിനെ ഏത് രീതിയിലായിരിക്കും AICC നേതൃത്വം ഹാൻഡിൽ ചെയ്യുക? ഇപ്പോൾ ജയറാം രമേശൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ലേ എന്ന് പറഞ്ഞൊക്കെ ഒഴിയുകയായിരുന്നു. കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാൽ മാത്രമാണ് അത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞത്. മനു, തീർച്ചയായും ഇപ്പോൾ KC വേണുഗോപാൽ അടക്കം ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറയുമ്പോഴും തരൂരിനെതിരെ നിലപാട് അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുന്ന കാര്യത്തിലെല്ലാം തന്നെയും ഒരു മയപ്പെട്ട സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കം ഇന്നലെ അറിയിച്ചത് ഈ തരൂരുമായിട്ടെല്ലാം സംസാരിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. മാത്രമല്ല അദ്ദേഹം നമുക്കറിയാം നേരത്തെ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാൾ കൂടിയാണ്. ആ ഒരു നിലയ്ക്കെല്ലാം തന്നെയും നേരത്തെയും തരൂർ നമുക്കറിയാം കേരളത്തിൽ കേരളയിലുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും കേരളയിൽ വരണമെന്നുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിവേഗ പാതയെല്ലാം തന്നെയും വരണമെന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചപ്പോൾ അന്നും വലിയ കോലാഹലം കേരളത്തിലെ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ എടുത്തതാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ വരണമെന്നൊരു ആഗ്രഹം അദ്ദേഹം നേരത്തെയും നിലപാട് സ്വീകരിക്കുകയും കോൺഗ്രസിനെ വിട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി അന്ന് കേരളയിലെതിരെ കോൺഗ്രസ് എല്ലാം തന്നെയും ശക്തമായ സമരം നയിക്കുമ്പോഴാണ് കേരളയിൽ പോലുള്ള വികസനം വേണമെന്നൊരു ആവശ്യം അന്നും തരൂർ ഉന്നയിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും അത് കണക്കിലടക്കം തെളിയിച്ചുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വരുമ്പോഴും AICCക്ക് ഒരു പരിധിവരെ ശശി തരൂരിനെതിരെ നടപടി വേണ്ട എന്നൊരു നിലപാടിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല KPCC അധ്യക്ഷൻ K സുധാകരനും ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചെന്ന കാര്യത്തിലും സംശയമല്ല. കാരണം കോൺഗ്രസിനുള്ള വലിയ ആഭ്യന്തര പ്രശ്നത്തിലെല്ലാം തന്നെയും പ്രത്യേകിച്ച് VD സതീശനടക്കമെല്ലാം തന്നെയും K സുധാകരനെതിരെ വടിവാൾ ഓങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട്. K സുധാകരനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് VD സതീശൻ രംഗത്ത് വരുമ്പോഴെല്ലാം തന്നെയും K സുധാകരനൊപ്പം നിന്നൊരാൾ കൂടിയാണ് ഈ ശശി തരൂർ. അതുകൊണ്ട് ഒക്കെ ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഇന്ന് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം വലിയ രീതിയിൽ ശശി തരൂരിനെതിരെ ആചരിക്കുന്ന ഒരു സമീപനമല്ല സ്വീകരിച്ചെന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ KPCC ഒരു പരാതിയുമായി പോകുമെന്ന കാര്യത്തിലെല്ലാം തന്നെ സംശയമുണ്ട്. എന്തായാലും ശശി തരൂർ ഇന്നിപ്പോൾ ദില്ലിയിലുണ്ട്. ഇപ്പോൾ ജയറാം രമേശ് അടക്കമുള്ള ദേശീയ നേതാക്കളെല്ലാം തന്നെയും വ്യക്തമാക്കിയത് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ഒരു നടപടി ശശി തരൂരിനെതിരെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ശശി തരൂരിന് ഈ സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലെല്ലാം തന്നെയും വലിയ അതൃപ്തി കോൺഗ്രസിനുള്ളിലുണ്ടെന്ന് അതിന് സംശയമില്ല. കാരണം അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണെങ്കിൽ പോലും കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. രാഹുൽ ഗാന്ധിയോടും അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമെല്ലാം തന്നെയും അദ്ദേഹത്തിന് വലിയ ഒരു അകൽച്ച ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടെല്ലാം തന്നെയും ഒരു നടപടിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല നമുക്കറിയാം കോൺഗ്രസ് ദേശീയ തലത്തിൽ പോലും വലിയ ദുർബലമായി നിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കേരളത്തിലാണ് അല്പമെങ്കിലും ഒരു കോൺഗ്രസ് ശക്തി ഉള്ളൂ എന്നൊരു വിലയിരുത്തൽ ഈ AICC നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നേതൃത്വത്തിലൊരു മുതിർന്ന നേതാവ് അല്ലെങ്കിൽ AICCയിലെ പ്രവർത്തക സമിതി അംഗം കൂടി ആയ നേതാവും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശശി തരൂരിനെതിരെയെല്ലാം തന്നെ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിലെല്ലാം തന്നെയും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തലുണ്ട്. മാത്രമല്ല അത് ദേശീയ തലത്തിൽ അത് കൂടുതൽ ചർച്ചയാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ശശി തരൂരിനെതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ അത് ഒരു ദേശീയ തലത്തിൽ പോലും അത് വലിയ ചർച്ചയായി മാറുമ്പോൾ സ്വാഭാവികമായും എന്തിനെയാണ് ശശി തരൂർ വിമർശിച്ചത്, എന്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കേണ്ടി വരുന്നത് എന്നെല്ലാം തന്നെയും AICCക്ക് അത് വ്യക്തമാക്കേണ്ടി വരും. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ AICC വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. കാരണം തരൂരിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചാൽ അത്
ഒരു നാടിൻ്റെ നേട്ടത്തെ അഭിനന്ദിച്ചതിൽ നടപടി സ്വീകരിക്കുന്നു എന്ന നിലയിലേക്ക് വരും, വികസനത്തിനെതിരായ കാഴ്ചപ്പാട് എന്ന നിലയിലേക്ക് വരും. ആ പ്രതിസന്ധി കോൺഗ്രസിൻ്റെ മുൻപിലുണ്ട്. മാത്രമല്ല ഇവിടെ കെ സുധാകരൻ ഒരു പരിധിവരെ തരൂരിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം വി ഡി സതീശൻ പല ഘട്ടങ്ങളിലും സുധാകരനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുമ്പോഴൊക്കെ സുധാകരൻ അനുകൂലമായ നിലപാടായിരുന്നു തരൂരും സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ബുദ്ധിപൂർവ്വം ശശി തരൂർ പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്, സുധാകരൻ എന്നെ വിളിച്ചിരുന്നു, എനിക്ക് പിന്തുണ അറിയിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് തരൂർ പറഞ്ഞത് വെറുതെയല്ല. അപ്പോൾ തരൂർ കളിക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ആ പ്ലേ ചെന്ന് നിൽക്കുന്നത് വി ഡി സതീശൻ്റെ മുൻപിലാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അതിനൊരു വലിയ രാഷ്ട്രീയം കോൺഗ്രസിനുള്ളിലുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഏതായാലും ഇവിടെ യഥാർത്ഥത്തിൽ പെട്ടുപോയത് കോൺഗ്രസ് തന്നെയാണ്. കാരണം നാടിൻ്റെ നേട്ടങ്ങളെ അഭിനന്ദിക്കുന്ന ഒരാളെ വിമർശിക്കുക, തിരുത്തുക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വലിയ തോതിൽ പൊതുസമൂഹത്തിൽ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. വ്യവസായികളുടെ പ്രതികരണം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം നാടിൻ്റെ വ്യാവസായിക മുന്നേറ്റങ്ങളെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട വ്യവസായികൾ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.